വാർഡ് വിഭജനത്തിലും വോട്ടർ പട്ടികയിലും ന്യായരഹിതമായി ഇടപെട്ടാണ് പല പഞ്ചായത്തുകളിലും CPM ജയിച്ചതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ആരോപിച്ചു. പയ്യന്നൂരിൽ VN എരിപുരം അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പയ്യന്നൂർ നഗരസഭ ഉൾപ്പെടെ ഇടതുമുന്നണി നേടിയത് തെറ്റായ മാർഗത്തിലൂടെയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണൂർ ജില്ലയിൽ ഒരു കാലത്ത് CPM ശക്തി കേന്ദ്രങ്ങളായിരുന്ന ഒട്ടുമിക്ക പഞ്ചായത്തുകളിലും ഇക്കുറി ഇടതുമുന്നണി വിജയിച്ചത് കള്ളവോട്ടിന്റെയും വാർഡ് വിഭജനത്തിൽ നടത്തിയ കൃത്രിമങ്ങളുടെയും അടിസ്ഥാനത്തിലാണെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് കുറ്റപ്പെടുത്തി. പയ്യന്നൂർ നഗരസഭയിൽ ഉൾപ്പെടെ UDFന് ഇക്കുറി മേൽക്കൈ ലഭിക്കേണ്ടതായിരുന്നു. എന്നാൽ LDF വാർഡ് വിഭജനത്തിൽ കൃത്രിമം നടത്തി അത് അട്ടിമറിച്ചു. മാർട്ടിൻ ജോർജ് പറഞ്ഞു. നമ്മൾ ധരിക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ ഡീലിമിറ്റേഷൻ എന്നുള്ള ഒരു മാരകമായ, അതുപോലെ തന്നെ നമുക്കറിയാം, ഏറ്റവും പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, കരട് വോട്ടർ പട്ടികയിൽ പേര് വരിക, അതിനുശേഷം ഫൈനൽ വോട്ടർ പട്ടിക വരുമ്പോൾ ഒരുപാട് പേരുകളെ അത് നീക്കം ചെയ്യാം. കരട് വോട്ടർ പട്ടികയിൽ വോട്ടുള്ളത് കൊണ്ട് നമ്മൾ ആ വോട്ട് അവിടെ ഉണ്ടെന്ന വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. VN എരിപുരത്തിന്റെ 6ാം ചരമവാർഷിക ദിനാചരണം പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. KP കുഞ്ഞിക്കണ്ണൻ VN എരിപുരം സ്മാരക ചാരിറ്റബിൾ ട്രസ്റ്റാണ് പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിൽ ട്രസ്റ്റ് ചെയർമാൻ KN വാസുദേവൻ നായർ അധ്യക്ഷത വഹിച്ചു. TKM വിഷ്ണു നമ്പീശൻ സ്മാരക അധ്യാപക അവാർഡ് ജേതാവ് ശശിധരൻ മാസ്റ്ററേയും വയലാർ അവാർഡ് ജേതാവ് രേരോത്ത് മാഷ് കടന്നപ്പള്ളിയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. അഡ്വക്കേറ്റ് സജീവ് ജോസഫ് MLA, K നീലകണ്ഠൻ, KGC ബഷീർ, MP ഉണ്ണികൃഷ്ണൻ, K ജയരാജ്, VV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.